ഒരു ഇടവേളയ്ക്ക് ശേഷം മണിപ്പൂർ വീണ്ടും വാർത്തകളിലേക്ക് നിറയുകയാണ്. ഈ നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ മണിപ്പൂരിൽ അസാം റൈഫിൾസ് തുടങ്ങി വെച്ച ഒരു വലിയ ഓപ്പറേഷൻ അത് മുൻപോട്ട് നീങ്ങുകയാണ്. ഇതുവരെ 4 വിഘടനവാദി നേതാക്കന്മാരാണ് കൊല്ലപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന വിവരം. മണിപ്പൂരിലെ പുരാചന്ദ് എന്ന് പറയുന്ന പ്രദേശത്ത് ആണ് സൈന്യവും ഈ വിഘടനവാദികളും തമ്മിൽ ഏറ്റുമുട്ടിയത്. അവിടെ വെച്ചാണ് ഈ 4 വിഘടനവാദികൾ കൊല്ലപ്പെട്ടത്. കൂടുതൽ ഇടങ്ങളിലേക്ക് സൈന്യത്തിന് തിരച്ചിൽ നടക്കുന്നു. 36 ഇടങ്ങളിലായിരുന്നു ഇന്ന് പുലർച്ചെ മുതൽ സൈന്യം ഒരു വമ്പൻ ഓപ്പറേഷൻ തുടങ്ങിയിരിക്കുന്നത്. കൂടുതൽ മരണസംഖ്യ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. 4 ഈ വിഘടനവാദികൾ കൊല്ലപ്പെട്ട വിവരം മാത്രമാണ് നമുക്കറിയാം. മണിപ്പൂരിൽ ഈ സംഘർഷവും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിന് പിന്നിൽ വിഘടനവാദികളായിരുന്നു. കഴിഞ്ഞ കുറെ കാലമായി വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അനവധി വിഘടനവാദ സംഘടനകളും ഭീകരവാദ സംഘടനകളും ഒക്കെ ഉണ്ട്. ഉൾഫയൊക്കെ അതിൽപ്പെടുന്ന ഒരു സംഘടനയാണ്. ഇപ്പോൾ ഇതാ മണിപ്പൂരിലുള്ള വിഘടനവാദികളെ തീർക്കാൻ ഉറച്ചു സൈന്യം ഇറങ്ങിയതോടുകൂടി തന്നെ 4 വിഘടനവാദികളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.